നന്ദി മാഷെ. മാഷത്തെ വളരെ ആശയ സമ്പുഷ്ടമായ ഒരു പ്രഭാഷണം കേൾക്കാൻ കഴിഞ്ഞത് വളരെ നന്ദിയോടെ ഓർക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ മാഷ് പറഞ്ഞു. കാരണം നവോത്ഥാന കാലഘട്ടത്തെക്കുറിച്ച് നവോത്ഥാനം മലയാളത്തിൽ എന്ന വിഷയം തന്നെ മാഷ് എങ്ങനെ അവതരിപ്പിക്കാം എന്ന് നമുക്ക് കാണിച്ചു തന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എനിക്ക് വളരെയേറെ താല്പര്യം തോന്നിയ അതിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. മാഷ് പറയുകയുണ്ടായി, അദ്ദേഹം പരിക്കുകൾ ഏൽപ്പിക്കാതെ സമൂഹത്തെ ഉദ്ധരിക്കാൻ, പരിക്കുകൾ ഏൽപ്പിക്കാതെ വ്യക്തികളെ കണ്ടറിയാൻ, അടുത്തറിയാൻ സൗമ്യമായ ഒരു സമീപനമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ആ സൗമ്യതയോടുകൂടിയ സമീപനമാണ് വാസ്തവത്തിൽ സാനു മാസ്റ്റർ. അദ്ദേഹത്തെ ഒരിക്കലും നമുക്ക് വെറുപ്പ് തോന്നുകയോ ഒരിക്കലും നമുക്ക് അധികമാണെന്ന് തോന്നുകയോ ചെയ്യാത്ത ഒരു പ്രത്യേക തരത്തിലുള്ള വ്യക്തിത്വത്തിന് ഉടമയാണ് അദ്ദേഹം. എന്നെ പോലുള്ളതായ നിരവധി ശിഷ്യർ അദ്ദേഹത്തെ ഏതൊരു നിമിഷവും സ്മരിക്കുന്നത് നമുക്കൊക്കെ വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്വഭാവ വിശേഷം അദ്ദേഹത്തിനുണ്ട്. വിശ്വമയുടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഉള്ളിൽ തട്ടുകയുണ്ടായി. കാരണം നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ ചെന്ന് പറഞ്ഞാൽ അദ്ദേഹം കേൾക്കുമോ, ഇത്രയും വലിയൊരു മനുഷ്യനല്ലേ എന്ന്. കേൾക്കും. നമ്മൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും കേൾക്കും. ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അദ്ദേഹം ഉൾക്കൊള്ളും. വിശ്വം പറഞ്ഞൊരു ചിത്രം എൻ്റെ മനസ്സിലും സ്പർശിക്കുകയുണ്ടായി. ഒരാൾ പ്രസംഗിക്കാൻ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിന് വന്ന് ക്ഷണിച്ചു കഴിഞ്ഞാൽ മാഷ് പിന്നെ അസ്വസ്ഥനാണ്. ആ സമയമാകുന്നതിന് എത്രയോ മുൻപ് തന്നെ അദ്ദേഹം തയ്യാറായി അവരെ കാത്തു നിൽക്കും. എന്നാൽ അവരിൽ നിന്ന് എന്ത് നേടുന്നു അല്ലെങ്കിൽ അവരിനെ എന്നെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. ഇന്നത്തെ കാലത്ത് ഞാനിപ്പം ഏതാണ്ട് ഒരു 60 വർഷത്തെ പരിചയം സാനു മാഷുമായിട്ട് എനിക്കുണ്ട്. ഞാൻ അദ്ദേഹത്തിന് ശിഷ്യയായിരുന്നു. കുറേ കാലം അദ്ദേഹത്തിൻ്റെ ശിഷ്യയായി നിന്നപ്പോഴും പിന്നീടുള്ളതായ കാലഘട്ടത്തിലൊക്കെ അദ്ദേഹത്തെ കൂടുതൽ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. തൃശ്ശൂർ എപ്പോൾ വന്നാലും എൻ്റെ വീട്ടിൽ വരാതെ അദ്ദേഹം പോകാറില്ല. ഇതൊക്കെ ആണെങ്കിലും അദ്ദേഹത്തെ ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക്, ശിഷ്യ എന്ന നിലയ്ക്ക് അനുസ്മരിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം നമ്മൾ പഠിക്കുന്ന കാലത്ത് ഇത്രയും എത്ര ശിഷ്യരെ നമ്മൾ, എത്ര കുട്ടികളെ നമ്മളിപ്പോൾ പഠിപ്പിച്ചു. എത്ര കാലം, ഏതാണ്ട് 35 വർഷത്തോളം 34 വർഷത്തോളം അധ്യാപനം കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഒരുപാട് വിദ്യാർത്ഥികൾ, ഒരുപാട് ശിഷ്യർ നമ്മുടെ കൺമുൻപിലൂടെ കടന്നു പോയിട്ടുമുണ്ട്. അവരെങ്ങനെയാണ് നമ്മളെ ഓർമ്മിക്കുന്നത് നമുക്കറിയില്ല. പക്ഷെ അവർക്കൊക്കെ ഇത്രയേറെ പ്രാധാന്യം കൊടുക്കാൻ തൻ്റെ ജീവിതത്തിലും മാഷ് വീട്ടിൽ ചെന്നാൽ ഊണ് കഴിക്കാതെ തിരിച്ചു പോരാൻ ഒരിക്കലും മാഷ് സമ്മതിച്ചിട്ടില്ല. അന്നൊക്കെ ഞാനൊരു ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. എനിക്ക് എത്ര പ്രാധാന്യം ഉണ്ടാകാം. നമ്മളൊക്കെ പേടിച്ചാണ് ചെല്ലുക ഓരോ കാര്യങ്ങൾ ചോദിക്കാനും അറിയാനും. മലയാള MA ചേർന്നത് മാഷിന്റെ മാത്രം നിർബന്ധം കൊണ്ടാണ്. അപ്പൊ അദ്ദേഹത്തോട് പലതും ചോദിക്കാനായിട്ട് ചെല്ലാറുണ്ട്, പല അഭിപ്രായങ്ങളും ചോദിക്കാറുണ്ട്. അപ്പോഴൊക്കെ അദ്ദേഹം കൊടുക്കുന്ന പ്രാധാന്യം നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തോടുള്ളതായ മമതയും സ്നേഹവും വാത്സല്യവും ബഹുമാനവും ഒക്കെ വല്ലാതെ കൂടുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കാറുണ്ട്. അത് വിശ്വം പറഞ്ഞതുപോലെ ഓരോ വ്യക്തിയും മാഷുടെ മനസ്സിൽ ഓരോ ഇടം നേടിയിട്ടുള്ളവരാണ്. ഓരോ ശിഷ്യർക്കും മാഷ് മനസ്സിലൊരു ഇടം കൊടുത്തിട്ടുണ്ട്. ആ ഇടം അവിടെ നിന്ന് ലംഘിച്ചുകൊണ്ട് പോകാൻ ആർക്കും കഴിയില്ല. 2025 ഇവിടെ വന്ന് അക്ഷരീയത്തിൻ്റെ പരിപാടി അറ്റൻഡ് ചെയ്യാൻ വന്ന അവസാന സന്ദർശനത്തിൽ അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്ന് ഊണ് കഴിച്ച് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള അവിയൽ പലവട്ടം എന്നെ കൊണ്ട് വിളപ്പിച്ച് കൂട്ടി അത് കഴിച്ച് അദ്ദേഹത്തിൻ്റെ ആ സ്നേഹപ്രസന്നമായ സംഭാഷണങ്ങൾ ശ്രവിച്ച് അവിടെ വിശ്രമിച്ച് അദ്ദേഹം പോകുന്നത് വരെ അദ്ദേഹത്തോടൊപ്പം സഹകരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ നല്ല ഓർമ്മകൾ മനസ്സിൽ വെച്ചുകൊണ്ട് വിശ്വൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഒരു ശിഷ്യന് എപ്പോഴും സാനു മാഷ് ആരായിരുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ശശി. ഞാൻ എപ്പോഴും അദ്ദേഹത്തെ വിശ്വം എന്നാണ് പറയാറ്. ക്ഷമിക്കണം, ഏതോ ഒരു വിശ്വം എൻ്റെ മനസ്സിൽ ശശിയായിട്ട് അവതരിച്ചു. അതാണ് സാനു മാഷ്. മാഷ് എന്താണെന്ന് അറിയാൻ
ഞാൻ പറയുകയാണെങ്കിൽ ഒരു സാഹിത്യകാരനോ ഒരു എഴുത്തുകാരനോ ഒരു എന്താ പറയുക മഹാത്മാക്കൾക്കോ സാലിമാഷ മനസ്സിലാവില്ല. സാലിമാഷ മനസ്സിലാവുന്നത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് മാത്രമാണ്. അവർക്ക് മാത്രമേ അദ്ദേഹത്തെ അടുത്തറിയാനും അടുത്തിടപഴകാനും അവസരം കിട്ടിയിട്ടുള്ളൂ. എനിക്കറിയാം മാഷിന്റെ ഏറ്റവും ശത്രുവായിട്ട് മാറി നിന്നിരുന്ന നമ്മുടെയൊക്കെ ആരാധ്യനായ നമ്മുടെ അഴീക്കോട് സാറ്, അദ്ദേഹവുമായിട്ടുള്ള അടുപ്പം, അദ്ദേഹവുമായിട്ടുള്ള ജീവിതം, അദ്ദേഹത്തിന്റെ സൗഹൃദത്തിൽ നിന്ന് നേടിയെടുത്തതായ ചില അനുഭവങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ സാലിമാഷ് നമ്മോടൊക്കെ പറയും. ഇന്നതൊക്കെ പറയാവൂ, ഇന്നതൊക്കെ പറയാൻ പാടില്ല, അത് രഹസ്യമാക്കി വെക്കണം എന്നൊരു ചിന്ത മാഷക്ക് ഒരിക്കലും ഇല്ല. മാഷോട് അടുപ്പം വന്നു കഴിഞ്ഞാൽ എല്ലാം മാഷ് നമുക്ക് പറഞ്ഞു തരും, എല്ലാം നമ്മൾ മനസ്സിലാക്കി തരും. നമ്മൾ പിന്നെ ചിന്തിക്കുമ്പോൾ വിചാരിക്കും, ഓ ഇത്ര ലളിതമായ ഇത്ര സാധാരണക്കാരനായ ഒരു മനുഷ്യനായുണ്ടോ സാലിമാഷ്. അങ്ങനെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതും അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അദ്ദേഹത്തിന്റെ കർമ്മഗതി എന്ന ആത്മകഥയെ കുറിച്ച് പറയാനായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഇവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ എൻ്റെ പ്രഭാഷണം വേണോ വേണ്ടേ എന്ന് ചിന്തിച്ചു പോയി. കാരണം വിശ്വന്റെ വാക്കുകൾ കേട്ടു, ശശിയുടെ വാക്കുകൾ കേട്ടു, ബാലകൃഷ്ണ മാഷ് സാലിമാഷെ കുറിച്ച് പറഞ്ഞ കുറേയേറെ കാര്യങ്ങൾ കേട്ടു. ഒരു കാര്യം സത്യമാണ്, ശ്രീനാരായണ ഗുരുവിന്റെ സ്വാധീനമാണ് സാലിമാഷിനെ ഇത്രയേറെ മഹാനാക്കി മാറ്റിയിട്ടുള്ളതിന്റെ പ്രധാന കാരണം. അതിപ്പോ നമുക്ക് ഏതാണ്ട് അദ്ദേഹത്തിന്റെ കാലത്തെ കുറിച്ച് പറയുമ്പോൾ 1925 തൊട്ട് 2025 വരെ എന്ന് ഒരു വെറുതെ ഒരു രസത്തിന് വേണ്ടി നമുക്ക് കരുതാം. കറക്റ്റായിട്ട് അദ്ദേഹം 25-ലൊന്നും അല്ല ജനിച്ചത്, മരിച്ചത് 25-ലാണ്, 2025. എനിക്കത് 1928-ലാണ്. പക്ഷെ ഒരു നൂറ്റാണ്ട് നമ്മൾ കാണുന്നത്, ഒരു നൂറ്റാണ്ട് കാലം അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ചാൽ നമുക്ക് മനസ്സിലാവും ആ 1925 എന്തായിരുന്നു കേരളത്തിലെ രാഷ്ട്രീയവും സാമൂഹ്യവും സാമ്പത്തികവും ആയിട്ടുള്ള സാംസ്കാരികവുമായിട്ടുള്ള നിലപാടുകൾ എന്തൊക്കെയായിരിക്കാം കേരളത്തിലുണ്ടായത്. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഏതാണ്ട് ഒരു 20-ാമത്തെ വയസ്സായപ്പോൾ തൊട്ട് അദ്ദേഹം എഴുത്തിന്റെ ലോകത്തേക്ക് തിരിഞ്ഞു തുടങ്ങി. അദ്ദേഹം ആലപ്പുഴ SD കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്താണത്രേ തിരുവിതാംകൂറിന്റെ ഒരു രൂപീകരണ യോഗമൊക്കെ നടക്കുന്ന കാലത്ത് ആദ്യമായിട്ട് പ്രസംഗിക്കുന്നത്. അന്ന് തൊട്ട് അദ്ദേഹം കുറേശ്ശെയായിട്ട് പ്രസംഗ കലയിൽ ബിരുദം അദ്ദേഹം എന്താ പറയുക പ്രാവീണ്യം നേടി മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബം മംഗലത്ത് തറവാട് ശ്രീനാരായണ ഗുരുവിന്റെ സാന്നിധ്യമുള്ള വീടായിട്ടാണ് അന്ന് എല്ലാറ്റിലും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഗുരുവായിട്ട് മനസ്സിൽ സങ്കല്പിച്ചിരുന്നത് ശ്രീനാരായണ ഗുരുവിനെ തന്നെയാണ്. അദ്ദേഹത്തെ കുറിച്ച് 1-2 പുസ്തകങ്ങൾ എഴുതാനും അദ്ദേഹത്തെ കുറിച്ച് എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ പ്രത്യേക കാര്യങ്ങൾ പറയാനും അദ്ദേഹം അവസരം ഉണ്ടാക്കിയിരുന്നത് അതുകൊണ്ട് തന്നെയാണ്. എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഒരു ആത്മകഥ എഴുതി കളയാം എന്ന് വിചാരിച്ച് മാഷ് എഴുതിയിട്ടുള്ള പുസ്തകമല്ല കർമ്മഗതി. അദ്ദേഹം സഹോദരൻ അയ്യപ്പന്റെ സ്വാധീനം വളരെയേറെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട എഴുത്തുകാരനായിരുന്നു VT ഭട്ടതിരിപ്പാട്. ഇവർ രണ്ടുപേരും ഈ ആത്മകഥയെ കുറിച്ച് പറയുന്നത്, ആത്മകഥ എഴുതാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്ന സഹോദരൻ അയ്യപ്പനാണ് അദ്ദേഹത്തിൻ്റെ കൂടെ. പക്ഷെ അദ്ദേഹം ഒരുപാട് ആത്മകഥകൾ വായിച്ചു കഴിഞ്ഞപ്പോൾ ചില കാര്യങ്ങൾ താൻ അനുഭവിച്ചതും താൻ അറിഞ്ഞതും താൻ മുന്നിൽ കണ്ടതുമായ അല്ലെങ്കിൽ താൻ എന്താ പറയുക തൻ്റെ ആഗ്രഹങ്ങളും അഭിപ്രായങ്ങളും രൂപീകരിച്ചതായ സമൂഹത്തിൽ നിന്ന് ഉൾക്കൊണ്ട ചില വെളിപാടുകൾ കുറിച്ചു വെക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നിയതിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ് അദ്ദേഹം ഒരു ആത്മകഥ എഴുതാൻ ഉദ്ദേശിക്കുന്നത്. അത് തന്നെ അദ്ദേഹത്തിന് മാതൃകയായിട്ട് അദ്ദേഹം കാണുന്നത് VT ഭട്ടതിരിപ്പാടിൻ്റെ കണ്ണീരും കിനാവും എന്ന കൃതിയും അതോടൊപ്പം തന്നെ റൂസോയുടെ കൺഫെഷൻസ് എന്ന് പറയുന്ന ആത്മകഥയുമാണ് അദ്ദേഹം വായിച്ച് പ്രചോദനം ഉൾക്കൊണ്ടിട്ടുള്ളതെന്ന് അദ്ദേഹം പല സ്ഥലത്തും വ്യക്തമാക്കുന്നുണ്ട്. അതിനുശേഷം ഈ റൂസോയുടെ ഇതിൽ പറയുന്നത് വിറ്റ്മാൻ പറയുന്നത്
നിങ്ങൾ റൂസോവിൻ്റെ ആത്മകഥ വായിക്കുമ്പോൾ നിങ്ങളൊരു മനുഷ്യനെ സ്പർശിച്ചതായിട്ടാണ് അതിൽ കാണുന്നത്. കാരണം ഒരു സാധാരണ മനുഷ്യൻ്റെ മാനുഷികത അല്ലെങ്കിൽ മനുഷ്യത്വം, മാനുഷികതയെക്കുറിച്ച് ബാലകൃഷ്ണൻ പറയുണ്ടായി. ആ മാനുഷികത സ്പർശിക്കുന്നത് പോലെ എഴുതാനായിരുന്നു സാനുമാഷയ്ക്ക് ഇഷ്ടം. അതാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയും നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. അടുത്ത പ്രഭാഷകനെ വിളിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ മറ്റൊരു സമയത്ത് വീണ്ടും ആവർത്തിക്കാം എന്ന് വിചാരിക്കുന്നു. അടുത്തത് രാമചന്ദ്രൻ കോലടിയാണ്. അദ്ദേഹം നാടക രചനാ ലോകം സാനുമാഷിൻ്റെ അതിനെക്കുറിച്ച് പ്രഭാഷണം നടത്താനായിട്ട് അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുന്നു. പ്രഭാഷണം കേൾക്കാനായിട്ട് നിങ്ങളെയും ക്ഷണിക്കുന്നു.